ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഇവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ ഈ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എങ്കിൽ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാലക്കാട് സ്വദേശിയായിരിക്കുന്ന അനീഷ് ദാമോദരൻ പിള്ളയാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് താൻ വർഷങ്ങളായി ശാരീരികമായി തളർന്നു കിടക്കുന്ന വ്യക്തിയാണ്. എന്നാൽ 2026 ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ ദയാൽ വലിയൊരു ട്രീറ്റ്മെൻറ്റ് തൻ്റെ മുമ്പിൽ തുറക്കുകയും തനിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണം ആ ട്രീറ്റ്മെൻറ്റ് തന്നെ സഹായിക്കുകയും ചെയ്യുന്നു വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ വഴികളും തുറക്കേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് സാമ്പത്തികമായും എല്ലാ വഴികളും സ്വർഗം തുറന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുകയാണ് ഇതൊരു അസാധാരണമായ തലമാണ് ഈ എപ്പിസോഡ്. ഹല്ലേലൂയ. നമ്മൾ മറക്കത്തിൽ ഈ മകൻ സാക്ഷ്യം പറയും നമ്മൾ കേൾക്കും. ദൈവം ഈ വർഷത്തിൽ തന്നെ, ഈ ജൂൺ മാസത്തിനുള്ളിൽ തന്നെ അത്ഭുതങ്ങൾ ചെയ്തെന്ന് പറയാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വലിയ കരം നമ്മൾ കാണട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെട്ട് വരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കാം. പ്രാർത്ഥനയിൽ തന്നെ തുടരാം. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളുടെ അനീശ്വരനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ മകൻ്റെ ജീവിതം ദൈവമഹത്വത്തിനായി തീരട്ടെ. കർത്താവേ, അവരുടെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് ഈ 2026 കർത്താവെ ഒരു വലിയ സാക്ഷിയായി തീരുവാൻ, അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെന്ന് പറയുവാൻ കർത്താവെ തനിക്ക് അതിനുവേണ്ടിയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ് സഹായം വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. തൻ്റെ കുടുംബത്തെ ദൈവം മോചിപ്പിക്കുന്നതിനായി സ്തോത്രം. ആ ദേശത്ത്, പാലക്കാട് ദേശത്ത് ദൈവത്തിൻ്റെ സാക്ഷിയാക്കി തീർക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിക്കുന്ന എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നു. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഏകാഗ്രഹത്തോടാണ് നിൽക്കുന്നതെങ്കിൽ, വളരെ ശ്രദ്ധയോടാണ് വചനം സ്വീകരിക്കാൻ നിൽക്കുന്നതെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. കാരണം ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, ദൈവവചനത്തിനകത്ത് രാവും പകലും സന്തോഷിക്കുന്ന, ദൈവവചനത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു ദൈവം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവനൊന്നിനും കുറവ് വരത്തില്ല. കാരണം അവൻ സൂപ്പർ നാച്ചുറൽ ആയിരിക്കും ജീവിക്കുന്നത്. ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. കാരണം ഞാൻ ഈ പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഒരാൾ നിൽക്കാൻ തുടങ്ങിയാൽ ആ വചനത്തിന് അവനെ നടത്തുവാൻ കഴിയും. ഹല്ലേലൂയ. കാരണം 119 സങ്കീർത്തനം 130 വാക്യം പറയുന്നത്, നിന്റെ വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുമെന്നാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിനകത്ത് നിങ്ങൾ നിൽക്കാൻ തുടങ്ങിയാൽ ഈ വചനം നിങ്ങൾ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ശത്രുവിൻ്റെ മുമ്പിൽ നിന്നെ നിർത്താൻ തക്കവണ്ണം ഈ വചനത്തിന് പ്രാപ്തിയുണ്ട്. കാരണം 119 സങ്കീർത്തനം അതിൻ്റെ 42 വാക്യം പറയുകയാണ്, നിന്റെ വചനത്തിൽ യഹോവേ, ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഞാൻ ഉത്തരം പറയുവാൻ പ്രാപ്തനാകുമെന്നാണ്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ശത്രുവിൻ്റെ മുമ്പിൽ നിലനിൽക്കുവാൻ ഇതാ വചനം വ്യക്തമായി വിളിച്ചു പറയുകയാണ്. അഭിഷേകമുള്ള ഒരു വ്യക്തി, വചനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇതാ ദൈവം മേശ ഒരുക്കും. ശത്രുക്കൾക്ക് മുമ്പിലാണ് ദൈവം മേശ ഒരുക്കുന്നത്. ആ തലത്തിൽ നിന്നുകൊണ്ട്, ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് ആശ്രയിക്കാൻ പറ്റുമെങ്കിൽ, കർത്താവേ, ഞാൻ അങ്ങയെ ആശ്രയിക്കുകയാണ്, അങ്ങ് എൻ്റെ വഴിയെ തുറക്കണമേ, അങ്ങൻ്റെ പാതകളെ നിരപ്പാക്കണമേ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടി ഒരു വാക്യം കൂടെ ഞാൻ ആഴത്തിൽ ഒന്ന് ഓർപ്പിക്കുകയാണ്. 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ വചനത്തിൻ്റെ ശക്തിയെ നാം സ്വീകരിക്കണം. ഹല്ലേലൂയ. നമുക്ക് അടുത്ത ഒരു മാസം മുമ്പോട്ട് പോകാനുള്ള എല്ലാ വഴികളും തുറന്നു കിടക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ഭാരപ്പെടുവോ? നമ്മൾ ആരെങ്കിലും നിരാശപ്പെടുവോ? ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വഴികൾ മുമ്പേ തുറന്നു കിടക്കുന്നുള്ളത് വ്യക്തമാണ്. ആ നിലയിൽ ഇതാ ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുന്നവനോട് ദൈവത്തിന് പറയാനുണ്ട്, നാളെക്കുറിച്ച് നിനക്ക് വിചാരപ്പെടേണ്ട, നാളെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട. കാരണം ഈ വചനം നിനക്ക് അതിശയങ്ങളെ തുറന്നു കാണിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇരമ്യാവ് പറയുകയാണ്, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചു കൊള്ളും. വചനത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയണം. അവൻ ദൈവത്തെ ആഴമായി മനസ്സിലാക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, വചനത്തിൽ നിലനിൽക്കുന്ന ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ദൈവം ആരാന്ന് തിരിച്ചറിയുകയാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം അതിൻ്റെ 1 വാക്യം പറയുകയാണ്,
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം വചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവർ എന്നെ നോക്കിയിട്ട് ആമേൻ പറയാൻ തുടങ്ങും, ചിലവർ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങും, ചിലവരിപ്പോൾ തന്നെ അത്ഭുതങ്ങളെ സ്വീകരിക്കുകയാണ്. അവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികളാണ് ചലിക്കുന്നത്. അവരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ഭയങ്കര വലിപ്പമാണ് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ തന്നെ നിന്നുകൊണ്ട് അതിൻ്റെ 4-ാമത്തെ വാക്യം പറയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നെ കേൾക്കുന്നവരോട് ഈ വചനം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, ഈ വചനത്തിന് ജീവനുണ്ട്. ഈ വചനം എൻ്റെ നിങ്ങളുടെ വെളിച്ചമാണെന്നാണ് വ്യക്തമായി വിളിച്ചു പറയുന്നത്. വചനത്തിൽ എത്ര വഴി അടഞ്ഞ് ഇന്ന് എന്നെ കേൾക്കുന്നവരോടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ മിനിറ്റുകളൊന്ന് ആത്മാവിൽ ഈ വചനത്തിന് മുമ്പാകെ ഇരുന്ന് ഒന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയും ഈ വചനത്തെ ഒന്ന് റിസീവ് ചെയ്യുകയും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തത് ചിലത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര അടഞ്ഞ വഴിയും പാറയെ തകർക്കുന്ന ചുറ്റികളാണ് ദൈവത്തിൻ്റെ വചനം. ഒന്നും കൂടെ തിമോത്തിയോസ് പറയുന്നു, ബന്ധനമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, ബന്ധനമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ വാതിൽ തുറക്കേണ്ടത്, എവിടെയാണോ ബന്ധനം അഴിയേണ്ടത്, അതിപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അഴിയാണ്. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന് ഉറപ്പോടെ വചനത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ട സകല നന്മകളെയും വചനത്തിനകത്ത് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൻ്റെ കേൾവിയിൽ ഒരു പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായി എന്തോ ഒന്നും ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങിയാണ്. ഞാൻ ഇങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു, ഈ വചനത്തിൻ്റെ ഒരാഴം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എഫേസ്യ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്, വചനം എന്ന വാളും വിശ്വാസം എന്ന പരിചയം എടുത്തുകൊള്ളുക. ഹല്ലേലൂയ. ഈ രണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ആക്റ്റീവാണെങ്കിൽ വിശ്വാസം ആക്റ്റീവാക്കാനുള്ളതാണ്. വിശ്വാസത്തിൽ പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കുന്നത്. ഓരോന്നും വിശ്വാസത്തിലൊന്ന് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുമെങ്കിൽ, വിശ്വാസത്തിൽ മുട്ടാൻ കഴിയുമെങ്കിൽ, ഇതാ നിനക്ക് വേണ്ടി ഒരു അസാധാരണ വാതിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വാസമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഈ സമയത്തൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, അളവില്ലാത്തത് എന്തോ ഒന്ന് എൻ്റെ വെളി പകരുകയാണ്, അങ്ങയുടെ കര ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുകയും ആഴമായിട്ടൊന്ന് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കുക. ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചില വഴികൾ തുറക്കുകയാണ്. ഞാൻ ഈ വെളിപ്പാട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് തുറക്കട്ടെ. വിശ്വാസത്തെ അവിടെ പരിചയത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. പരിചയം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ശത്രുവിൻ്റെ തീയമ്പുകളെ, ശത്രുവിൻ്റെ എതിർപ്പുകളെ തടയാൻ വേണ്ടിയാണ്. നിങ്ങൾ വിശ്വാസത്തിൽ ചിലതിനെ തടഞ്ഞുകൊണ്ട്, വചനം എന്തിനാണ് നാം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ വചനം വാളിനോടാണ് ഉപയോഗിക്കുന്നത്. ആ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ശത്രുവിൻ്റെ സകല എതിർപ്പുകളെയും വെട്ടിക്കൊണ്ട്, ശത്രുവിൻ്റെ സകല തടസ്സങ്ങളെയും, അവൻ നിന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറയുന്ന തടസ്സങ്ങളെ വെട്ടിക്കൊണ്ട് ഈ വചനത്തിൻ്റെ ശക്തിയിൽ മുമ്പോട്ട് കയറാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് ചേർന്നുകൊണ്ട് നിങ്ങൾ വചനത്തിനകത്ത് ആശ്രയിച്ചാട്ടെ. കർത്താവേ, ഞാൻ ഈ വചനത്തിനകത്ത് ഈ വചന ശബ്ദം കേട്ട് കഴിയുന്നതിന് മുമ്പേ അസാധാരണമായ ഒരു സൂപ്പർ നാച്ചുറൽ വഴി തുറക്കണം. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന ആ ശബ്ദത്തിന് നിങ്ങൾ ചെവി ചായിച്ചാൽ, ആ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ ശൂന്യതകൾ മാറാൻ പോകുകയാണ്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ദൈവമഹത്വം ഇതാ നിങ്ങളുടെ മേലിൽ വെളിപ്പെട്ട് വരികയാണ്. പത്രോസിൻ്റെ ഒഴിഞ്ഞ പടകിനെ നിറയ്ക്കുന്ന ദൈവമഹത്വം നിങ്ങളുടെ മേലിൽ വെളിപ്പെട്ട് വരികയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയാൽ, പത്രോസ് ആ പടക് യേശു കർത്താവിന് വിട്ടുകൊടുക്കുമ്പോൾ അടുത്തു നിന്ന പടകിലുള്ളവർ പത്രോസിനെ കളിയാക്കുന്നുണ്ടാകാം. അല്ലെ, അവനിപ്പോൾ മീനൊന്നും കിട്ടാത്തത് കൊണ്ട്, അവൻ ശൂന്യമാക്കപ്പെട്ടത് കൊണ്ട് അവനിപ്പോൾ സുവിശേഷത്തിന് വേണ്ടി പോവുകയാണ്. അവൻ്റെ ജീവിതത്തിനകത്ത് മറുപടി ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. കാരണം ആ വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, പത്രോസ് പറയാണ്, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറയുമ്പോൾ അടുത്ത വാക്യത്തിൽ ശ്രദ്ധിക്കാമെങ്കിൽ വല കീറുമാറ് മീൻ കയറുകയാണ്. പത്രോസ് മുമ്പേ പോയ പടകിലുള്ളവരെ മാടി വിളിക്കുകയാണ്. ഹല്ലേലൂയ. മാടി വിളിക്കുക എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഭാഷയിൽ കൂകി വിളിക്കുകയാണ്. കൂകി വിളിക്കുമ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ മീൻ പിടിക്കാൻ പോയവന് മീൻ കിട്ടാതെ നിൽക്കുകയാണ്. പക്ഷേ സുവിശേഷത്തിന് വേണ്ടി നിന്നവൻ മഹത്വം കാണുകയാണ്. അവനിലൂടെ അടുത്ത 2 പടകുകളൂടെ നിറയുകയാണ്. അടുത്ത പടകുകളൂടെ നിറച്ചെടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിലൂടെ ഇപ്പോൾ ദൈവസന്നിധിയിൽ ദൈവവചനത്തിനകത്ത് നിൽക്കുന്ന നിങ്ങളിലൂടെ അസാധാരണമായി ചിലത് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിപ്പമുള്ളതൊന്ന് തുറക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. ഇപ്പോൾ തന്നെ സ്വീകരിക്കും. വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി, വലിയ ദൈവത്തിൻ്റെ കരമിതാ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇപ്പോൾ ആ ദൈവപ്രവൃത്തിയിലേക്ക് സ്റ്റെപ്പ് വയ്ക്കാം. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അസാധാരണമായത് ചില ചലിക്കട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ചിലവരുടെ മേളിൽ വലിയ ദൈവപ്രവൃത്തികൾ ഇപ്പോൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ഒന്ന് നിറയാൻ പറ്റുന്നവരുടെ നിറയുക.
ഈ വർഷം നമ്മൾ അറിയാം, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കാണ് ചിന്തിക്കുന്നത്. ദൈവ മഹത്വം നമ്മളിൽ വെളിപ്പെട്ട് വരുമാറ്, ദൈവത്തിൻ്റെ വലിപ്പം നമ്മളിൽ വെളിപ്പെട്ട് വരുവാനായിട്ട് അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ഇന്നത്തെ ഈ വചന സന്ദേശം കേൾക്കുമാറാകണം. ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിനായി. ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറയും, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ച് നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ മഹത്വത്തിനായി നാം ജീവിക്കണമെന്ന് നാം തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം എന്തിനാണ് നമ്മെ വീണ്ടെടുത്തത്? ദൈവം എന്തിനാണ് നമുക്ക് വേണ്ടി ഇത്ര വില തന്നത്? അറിയാം, ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചു. ആ കാൽവരി ക്രൂശിൽ ആഴമായി നമുക്ക് വേണ്ടി വില തന്നവനെ കുറിച്ച് പറയുന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവർ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഇപ്പോൾ കാൽവരി ക്രൂശിലെ ആ വലിയ യാഗത്തെക്കുറിച്ചും ആ കഷ്ടാനുഭവത്തെക്കുറിച്ചും ഇതാ എബ്രായ ലേഖനക്കാരൻ നമ്മോട് സംസാരിക്കുകയാണ്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാനായി താൻ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന്. എന്തിനു വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി മറുവിലയായി തീർന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെ തേജസ്സിലേക്ക് നടത്തുവാൻ, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിക്കേണ്ടതിനു വേണ്ടിയായിട്ട്. എന്നെ കേൾക്കുന്നവരെ, മുൻ നിയമിച്ചവരാണ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ അവൻ വിളിച്ചവരെ നീതീകരിക്കുന്നതാണ്. യേശു കർത്താവിൻ്റെ രക്തത്തിൽ ഒരാൾ വീണ്ടെടുക്കപ്പെട്ടു രക്ഷിക്കപ്പെടുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കപ്പെടുകയും അവൻ നീതീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ കാൽവരി ക്രൂശിലെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടുവെന്നും നിങ്ങൾ രക്ഷിക്കപ്പെട്ട് പുതിയൊരു മനുഷ്യരായി തീരുന്നു എന്നും തിരിച്ചറിയുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നമ്മുടെ മുൻകാല ശാപങ്ങളെയും മുൻകാല പാപങ്ങളെയും നീക്കുവാൻ ഇതാ കാൽവരി ക്രൂശിലെ രക്തം മതിയായതാണ്. ഇതാ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ ശാപത്തിലല്ല തുടരാൻ പോകുന്നത്, നിങ്ങളിതാ രോഗത്തിലല്ല തുടരാൻ പോകുന്നത്, നിങ്ങളിതാ പാപത്തിലല്ല തുടരാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്നവരാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ അങ്ങയുടെ വലിപ്പം എൻ്റെ മേളിൽ പകരണമേ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. അങ്ങയുടെ വലിപ്പത്തിൻ്റെ ശക്തി ഇതാ ഓരോ മക്കളുടെ മേളിലേക്കും ഹല്ലേലൂയ ആ മഹത്വത്തിലേക്ക് നമ്മളെ നടത്തേണ്ടതിനായിട്ട് നമ്മെ വിളിച്ചത് അവൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെ എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. എന്നെ കേൾക്കുന്നവരെ, നമ്മെ വിളിച്ചതും നമ്മെ സൃഷ്ടിച്ചതും അവൻ്റെ മഹത്വത്തിനായിട്ടാണ്. ആ മഹത്വത്തിനായി ഉണ്ടാക്കിയ, മഹത്വത്തിനായി സൃഷ്ടിച്ചവരെ ഇതാ അവൻ വിളിച്ചു വരുത്തുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പറ, എൻ്റെ ജീവിതം അവൻ്റെ മഹത്വത്തിനായിട്ടാണ്. ആ തലത്തിൽ നിൽക്കുന്ന ഓരോ ദൈവമക്കളും എൻ്റെ കൂടെ ചേർന്നുകൊണ്ടെന്ന് പറയുന്നത്, കർത്താവേ അങ്ങയുടെ മഹത്വത്തിനായി അങ്ങനെ വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം. അറിയാം, നമ്മുടെ വിളിയെക്കുറിച്ചൊരു ആഴം ഒന്ന് തൊടാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങൾ യേശുവിനെ അറിയുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഈ വാക്യത്തിനകത്തുനിന്ന് നമ്മെക്കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തിയാണ്. നമ്മളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. വിളി എന്താണെന്ന് ചോദിച്ചാൽ, വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം രാജകീയ പുരോഹിത വർഗമായിട്ടും സ്വന്തം ജനവുമായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ തലത്തിലൊന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, കർത്താവേ എൻ്റെ വിളി അങ്ങയുടെ നാമത്തെ ഉയർത്താൻ വേണ്ടിയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഏതെല്ലാം നിലയിൽ നിരാശപ്പെട്ട്, ഏതെല്ലാം നിലയിൽ ഇനി മുമ്പോട്ടൊരു വഴിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ ഈ വചനത്തെ ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവേ ഞാൻ ആയിരിക്കുന്നത് അത്ഭുത പ്രകാശത്തിലാണ്, ഞാൻ ആയിരിക്കുന്നത് പുത്രൻ്റെ രാജ്യത്തിലാണ്. നിങ്ങൾ ഈ ലോകത്തിൽ ജനിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ തിരിച്ചറിയാണ്. ആ വിളിച്ചവൻ്റെ തിരിച്ചറിവ് നിങ്ങളെ ഇതാ നീതീകരണത്തിലേക്ക് കൊണ്ടുവരിക. നീതീകരണത്തിലേക്ക് വന്നവൻ തേജസ്കരണത്തിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ, നഷ്ടപ്പെട്ടതിനെ മടക്കി കൊണ്ടുവരുന്ന സീസണിലേക്ക് നിങ്ങൾ തിരികെയാണ്. നിങ്ങൾ വിളിച്ചു പറയാമെങ്കിൽ വിളിച്ചു പറയാം, എൻ്റെ വിളി രാജാവിൻ്റെ വിളിയാണ്, എൻ്റെ വിളി പുരോഹിതൻ്റെ വിളിയാണ്. ആ വിളിക്കകത്ത് നിന്നുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതിനെ ഒന്ന് ഘോഷിക്കുവാൻ തക്കവണ്ണം ഇപ്പോൾ എന്നിലേക്ക് ദൈവമഹത്വം വെളിപ്പെടണമെന്നൊന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുന്നവരും പ്രാർത്ഥിച്ച്, കർത്താവെ ആ വിളിയുടെ വലിപ്പം എൻ്റെ വെളിയിൽ തുറക്കണമേ, ആ വലിയ കാര്യം എനിക്ക് വേണ്ടി വെളിപ്പെടണമേ എന്നൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരും മുഴുവൻ
പ്രാർത്ഥിച്ച് വലിപ്പമുള്ളതൊന്ന് തുറക്കട്ടെ, ദൈവശക്തി തുറക്കട്ടെ. വലിയ ദൈവപ്രവർത്തികൾ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവരെ മേലേക്ക് വെളിപ്പെട്ട് വരട്ടെ. ഇപ്പോൾ ദൈവമഹത്വം നിങ്ങളിൽ തുറക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾ നിൽക്കുന്ന ഭവനത്തിനകത്ത് ദൈവപ്രവർത്തികൾ സംഭവിക്കുകയാണ്. കാരണം നിങ്ങളെ വിളിച്ച വിളിക്കകത്ത് നിങ്ങളിപ്പോൾ നിരാശയിൽ ജീവിക്കുന്നവരല്ല. നിങ്ങൾ പുത്രന്റെ രാജ്യത്തിലാണ് നിൽക്കുന്നത്, ദൈവരാജ്യത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ സ്വർഗീയ അനുഭവത്തിലേക്ക് മാറുകയാണ്. നിങ്ങൾ വാസ്തവമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഒന്നുകൂടെ നിങ്ങൾക്കിത് മനസ്സിലാകേണ്ടതിനായിട്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്കും കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് 7-ാമത്തെ വാക്യം, ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നിങ്ങളെ ഇരുത്തുമെന്നല്ല എഴുതിയിരിക്കുന്നത്, നിങ്ങളിതാ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ പൊസിഷൻ സ്വർഗത്തിലാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന ഹല്ലേലൂയ. നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. പൊസിഷൻ എന്താണെന്ന് തിരിച്ചറിയാമെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടയാളാണ്. യേശുവിൽ വീണ്ടും ജനിച്ചൊരു ദൈവ പൈതൽ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, ഞാൻ ഒരു സുവിശേഷകനാണ്, ഞാൻ എൻ്റെ സഭയിൽ വരുന്നവർക്ക് പാസ്സാണ്, പക്ഷെ എൻ്റെ മക്കൾക്ക് ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ അവരുടെ പിതാവാണ്. അതാണ് എൻ്റെ പൊസിഷൻ. ഞാൻ വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നെ കാണുമ്പോഴെല്ലാം എൻ്റെ പിതാവ് എന്നുള്ള തലത്തിലാണ് അവർ കാണുന്നത്. എൻ്റെ പൊസിഷനാണ്. പക്ഷേ ഞാൻ ഹല്ലേലൂയ എൻ്റെ സഭയിൽ അവർക്ക് പാസ്സാണ്, ഞാൻ സുവിശേഷകനാണ്, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. ഇതെല്ലാം ഞാൻ ചെയ്യുന്ന പ്രവർത്തികളാണ്. ഇതേപോലെ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത് തിരിച്ചറിയുക. നിങ്ങൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടയാളാണ്. ഹല്ലേലൂയ. നിങ്ങൾ പുത്രൻ്റെ രാജ്യത്തിലാക്കപ്പെട്ടയാളാണ്. ഈ ലോകത്തിലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഞാനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡ് പഠിച്ച ആളായതുകൊണ്ട് ഈ ലോകത്തിൽ 4 പൊസിഷനുകളാണ് കാണുന്നത്. അറിയാം, 4th ഡൈമെൻഷനാണ്. അറിയാം, എഞ്ചിനീയറിംഗ് തിയോളജി അനുസരിച്ച് നീളം, വീതി, ആഴം, ഉയരം. അറിയാം, ഈ 4th ഡൈമെൻഷനാണ് എപ്പോഴും നിങ്ങൾ ഇരിക്കുന്ന താമസിക്കുന്ന വീട്, ആ റൂം എല്ലാം നോക്കിയാൽ ഈ 4 ഡൈമെൻഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. ഈ ലോകപ്രകാരമുള്ളവരെല്ലാം ഈ 4 ഡൈമെൻഷനിൽ തീരുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഉയർന്ന തലത്തിലാണ്. ഹല്ലേലൂയ. നിങ്ങൾ നിത്യതയിൽ നിന്ന് നിത്യത വരെയും തുടരുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തെ ജയിച്ചവരാണ്. എന്നെ തിന്നുന്നവൻ എൻ മുഖാന്തരം ജീവിക്കുമെന്ന് പറഞ്ഞ ആ വലിയ ആഴം, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് പറഞ്ഞ ആ വലിയ ആഴം ഇതാ നിങ്ങളിലേക്കും എന്നിലേക്കും വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ ഈ ലോകത്തെ ജയിച്ചവരാണ്. ഇതാ മഹത്വം നിങ്ങളിലാണ് വെളിപ്പെട്ട് വരുന്നത്. സാഹചര്യങ്ങളിൽ എല്ലാം തീരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കേണ്ടവരല്ല. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഉന്നതന്മാർ മുമ്പോട്ട് പോകാൻ കഴിയാതെ അവരവരെ തന്നെ ജീവിതം ഒടുക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, എത്ര വാതിലടഞ്ഞാലും മഹത്വത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി സ്വർഗം ചില വാതിലുകൾ തുറക്കും. ഇതാ നിങ്ങളും ഞാനും ഹല്ലേലൂയ ലോകപ്രകാരം മരിക്കേണ്ടവരല്ല. ജീവിതം അവസാനിപ്പിക്കേണ്ടവരല്ല. ഇതാ നിങ്ങളെ എൻ്റെ അവൻ സ്വർഗതലത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. പുത്രന്റെ രാജ്യത്തിലാണ് അവൻ ആക്കിയിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറ, ഞാൻ പുത്രൻ്റെ രാജ്യത്തിലാണ് ആയിരിക്കുന്നത്, ഞാൻ അവൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ആയിരിക്കുന്നത്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. എന്നെ വിളിച്ചിരിക്കുന്നത് അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയാണ്. ഞാൻ സാധാരണ ഒരു ലോകക്കാരനെ പോലെ ജീവിച്ചു തീരേണ്ട ആളല്ല. എൻ്റെ ജീവിതം അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയാണ്. എന്നെ വിളിച്ചത് അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരോട് ആഴമേറിയൊരു വാക്യത്തിനകത്തേക്ക് വരികയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. ഹല്ലേലൂയ. കാരണം 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ഒരു തീരുമാനത്തിലേക്ക്, കർത്താവേ, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിനായി. നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നതിനെയാണ് ദൈവിക ഫലമായി, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന് അതിൽ നിന്ന് വെളിപ്പെടുന്നതിനെയാണ് അതിൻ്റെ ഫലമായി നാം കാണുന്നത്. ഹല്ലേലൂയ. വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് പറയുമ്പോൾ തന്നെ ഇതാ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും.
നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് എൻ്റെ പിതാവ് നിങ്ങളിൽ മഹത്വമെടുക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഫലം കായ്ക്കുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവിക സാക്ഷ്യങ്ങൾ വർദ്ധിക്കുമെങ്കിൽ പിതാവ് നമ്മിൽ മഹത്വമെടുക്കുകയാണ്. ഒന്നുകൂടൊന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കണമേ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇപ്പോൾ ഇവിടെ വ്യക്തമായി പറയാണ്, നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ആ രാജ്യത്തിൻ്റെ വലിപ്പം, ഞാനായിരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിലാണെന്നുള്ള വലിയ ഉറപ്പ് നമ്മളിൽ വെളിപ്പെടുകയും വർദ്ധിക്കുകയും ചെയ്യണം. എന്നെ കേൾക്കുന്നവരെ, ഒന്നുകൂടെ ശുശ്രൂഷകന്മാർ ഉൾപ്പെടെ ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, ഒരുത്തൻ പ്രശംസിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അരുൾപ്പാട് പ്രസ്താവിക്കുന്നു എന്നതുപോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ഇതാ ശുശ്രൂഷകന്മാരോട് പറയാണ്, അവൻ നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം. ഈ തലങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ 2-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയി പറയാണ്, എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വം എടുക്കുമാറാകട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കർത്താവിനോടൊന്ന് അടുത്തുകൊണ്ട് ഈ മഹത്വം എങ്ങനെയാണ് നമ്മിൽ വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഇതാ യേശു കർത്താവ് തൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരോട് പറയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുകയാണ്, ഞാൻ പിതാവിലും അവൻ എന്നിലുമായി തീരുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യവും 23-ാമത്തെ വാക്യവും ആഴമാണ്. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ഇതാ ദൈവമഹത്വം എങ്ങനെയാണ് വെളിപ്പെടുന്നത് ചോദിച്ചാൽ, പിതാവ് പുത്രന് കൊടുത്ത മഹത്വം നമുക്കവൻ തരുകയാണ്. ആ മഹത്വം എങ്ങനെയാണ് നമ്മിൽ വെളിപ്പെടുന്നത് ചോദിച്ചാൽ, പിതാവ് പുത്രനിൽ ഒന്നായിരിക്കുന്നത് പോലെ ഇതാ അവർ നമ്മിൽ ഒന്നായി തീരുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് പുത്രനെ വെളിപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്ന ഒരു വലിയ തലം നമ്മളിൽ വെളിപ്പെട്ടു വരട്ടെ. നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സമയത്ത് തന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, പാസ്റ്റർ എങ്ങനെയാണ് എന്നിൽ ഈ മഹത്വം വെളിപ്പെടുന്നത്? ഹല്ലേലൂയ. 50-ാം സങ്കീർത്തനം അതിൻ്റെ 23-ാമത്തെ വാക്യം പറയുന്നു. ആ വാക്യം കൊണ്ടൊന്ന് വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടല്ലാതെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരാൻ കഴിയത്തില്ല. എല്ലാം സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക എന്നാണ് ഫിലിപ്പി ലേഖനം നമ്മോട് പറയുന്നത്. ഇതേപോലെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നന്ദി പറഞ്ഞുകൊണ്ട് മാത്രമേ ഗേറ്റുകൾ നമ്മുടെ മുമ്പിൽ തുറക്കത്തുള്ളൂ. അറിയാൻ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് 100-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം കൂടെ, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അതിന് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, എൻ്റർ ഹിസ് ഗേറ്റ് വിത്ത് താങ്ക്സ് ഗിവിങ്. നമുക്ക് നമ്മുടെ മുമ്പിൽ ദൈവിക വാതിലുകൾ തുറക്കണമെങ്കിൽ കർത്താവിന് നമ്മൾ സ്തോത്രം ചെയ്യുന്നവരാകണം. സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അവർ എന്നെ മഹത്വപ്പെടുത്തുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് നന്ദി പറയും. സ്തോത്രത്തിൻ്റെ അർത്ഥം നന്ദി പറയുക എന്നുള്ളതാണ്. കർത്താവിനോട് അളവില്ലാതെ നന്ദി പറയും. കർത്താവേ, ഈ വർഷം വരെയും എന്നെ നിലനിർത്തിയതിനായി നന്ദി. അധികം ഫലം കായ്ക്കുവാൻ, അധികം പ്രയോജനപ്പെടുവാൻ കർത്താവെ നീ എന്നെ ഉപയോഗിക്കുന്നതിനായി നന്ദി എന്നൊന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവൻ കർത്താവിനോട് നന്ദി പറഞ്ഞ്, കർത്താവെ ഞങ്ങൾ നന്ദി പറയുകയാണ്, അങ്ങയുടെ മഹത്വത്തിനായി, അങ്ങയുടെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി എന്നെ ഒരുക്കണമേ എന്നൊന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചട്ടെ. നിങ്ങൾ ഈ സമയത്ത് എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഈ വചനം പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവമഹത്വത്തിനായി നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കണം. ഈ ഭൂമിയിൽ അറിയാം, കരഞ്ഞോ
ആത്മഹത്യ ചെയ്തോ അല്ലെങ്കിൽ നിരാശപ്പെട്ടോ തീരാനുള്ളതല്ല എൻ്റെ നിങ്ങളുടെ വിളി. നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ ദൈവമഹത്വത്തിനായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു, തൃശ്ശൂരോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഈ ദിവസങ്ങളിലുള്ള ആരാധനയിൽ നിങ്ങൾ കടന്നു വരണം. വലിയ ദൈവപ്രവർത്തിക്കായി നമുക്ക് ഒരുമിക്കാം. കർത്താവ് ഓരോരുത്തരെയും മാനിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ളവർ വിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി തുറക്കണമേ അപ്പ. ഇവർ ദൈവത്തിൻ്റെ കരം കാണേണ്ടതിനായി, അത്ഭുതങ്ങൾ കാണേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവമഹത്വം ഇവരിൽ തുറന്നു വരട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഇവരിൽ തുറന്നു വരട്ടെ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവേ, അങ്ങയുടെ മഹത്വം ഇവരിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ദൈവമഹത്വത്താൽ അനേകരുടെ സൗഖ്യമാകട്ടെ, അനേകരുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വീടുകളിൽ ദൈവമഹത്വം വെളിപ്പെട്ടെന്ന് പറയാൻ, ആ അന്ധകാര ശക്തികൾ, പ്രശ്നങ്ങൾ ഇവരുടെ വീട്ടിനകത്തുനിന്ന് മാറിയെന്ന് പറയാൻ തക്കവണ്ണം കർത്താവേ ഇപ്പോൾ അങ്ങ് ഇടയാക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങയുടെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവർക്ക് വേണ്ടി ഒരു വാതിലങ്ങ് തുറക്കണമേ, ഇവർക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, 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 ആമേൻ. പ്രിയരെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട്. ഹല്ലേലൂയ. ആ നിലയിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ തന്നെ റിപ്ലൈ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ ദൈവികമായ സ്പർശനത്തിനായി, ദൈവ സാന്നിധ്യത്തിനായി അധികമായി ആഗ്രഹിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരെ, നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണമേ. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാത്തിലും മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.